ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? പണ്ട് ഒരുപാട് നമ്മുടെ നവോത്ഥാന നായകന്മാരും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിത്തന്നിട്ടുണ്ട് അല്ലേ? ജാതി മതം ഇതിൽ നിന്നൊക്കെ നമ്മളെ വേർതിരിച്ച് മനുഷ്യരെല്ലാവരും ഒന്നാണ് ഇല്ലേ? നമ്മൾ ഇന്നത്തെ PSCയിലായാലും നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നുണ്ട് നവോത്ഥാന നായകന്മാരെ കുറിച്ച്, അവർ പങ്കെടുത്ത അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച്. ഇന്നിപ്പം നമുക്ക് ജാതി മതം ഒന്നും ഇപ്പം എങ്ങും പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ല അല്ലേ? നിന്റെ ജാതി ഏതാണ്, നിന്റെ മതം ഏതാണ്, അങ്ങനെയല്ല, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ഇപ്പം ഈ ജാതി മത കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം 2 ജാതിയേ ഉള്ളൂ, ആൺജാതി പെൺജാതി. ഈ 2 ജാതിക്ക് അപ്പുറത്തോട്ടൊരു ജാതി ഇല്ല. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ മോസ്റ്റ് മോഡേൺ ടെക്നോളജി, നമ്മൾ ചന്ദ്രനിൽ വരെ പോയി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും ജാതിയുടെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തുന്ന വളരെ അപമാനകരമായ ഒരു കാര്യമാണ് കേട്ടോ. ഒരിക്കലും നമുക്ക് നമ്മുടെ അടുത്തിരുന്ന് പഠിക്കുന്ന കുട്ടിയുടെ പേര് മാത്രം അറിഞ്ഞാൽ മതി, അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് ആരാണ് അത്ര മതി, അല്ലാതെ അതിന്റെ ജാതിയോ മതമോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. ഇപ്പം റിസർവേഷൻ തന്നെ ഉണ്ട്. ഈ റിസർവേഷൻ കൊടുക്കുന്നത് അവരെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ല അവരെ ജാതി അറിയിച്ച് അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല. എന്ത് അപമാനം, അല്ലെങ്കിൽ എന്താണ് ഈ ജാതിയുടെ പേരുള്ള പ്രശ്നം? അവര് മനുഷ്യരല്ലേ, അവർക്ക് കണ്ണ് മൂക്ക് വായ് ചെവി തല അതൊക്കെ തന്നെയല്ലേ ഉള്ളത്. അവരുടെ ശരീരത്തോട് ഓടുന്ന ബ്ലഡിന് ചുവന്ന നിറമല്ലേ, അല്ലെ വേറെ കളറാണോ? അല്ലെങ്കിൽ അവർ നമ്മളെ പോലെ തന്നെ മൂക്കിലൂടെ ശ്വസിച്ച് മൂക്ക് വായി കൂടെ തന്നെയല്ലേ ശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത്, നമ്മളെ പോലെ നാക്കുകൊണ്ട് തന്നെയല്ലേ സംസാരിക്കുന്നത്. മീൻസ് എല്ലാവരും ഒന്നല്ലേ? ഇതിനകത്ത് എന്ത് വ്യത്യാസമാണോ ഉള്ളത് ജാതികൾ തമ്മിൽ? എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടോ ഉയർന്ന ജാതിക്കാർക്ക്, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക് എന്തെങ്കിലും ഫിറ്റിങ്സ് കുറവുണ്ടോ? ഈ ഉയർന്ന താഴ്ന്ന എന്ന് പറയുന്നത് എന്ത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ ജാതിയുടെ പേരിൽ അപമാനിക്കുന്ന വളരെ മോശകരമായ ഒരു കാര്യമാണ്. അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിട്ടുണ്ട് ആ ഒരു വീഡിയോ. ഒരു ജയശ്രീ എന്ന് പറഞ്ഞൊരു ചേച്ചി ഒരു ബസ്സിൽ ആയിട്ട് പോകുമായിരുന്നു. അത് 2 ദിവസം 3 ദിവസം ആയതേ ഉള്ളൂ ജോലിക്ക് കയറിയിട്ട്. ചേച്ചി പോയ സമയത്ത് ആ ബസ്സിന്റെ കോർഡിനേറ്റർ, ആ അഭിലാഷ് എന്നപ്പോ എന്തോ പേരാണ് പറയുന്നത്, അയാൾ പറഞ്ഞു ഈ ചേച്ചി ജാതി ആ ഒരു SC ആണ്, അതുകൊണ്ട് ഒരു പ്രത്യേക മണമുണ്ട്, അതുകൊണ്ട് കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് പറ്റുന്നില്ല. എന്ത് മണമാണത്? ജാതിക്ക് പ്രത്യേക മണമുണ്ടോ? എന്തർത്ഥത്തില്ല? വളരെ വളരെ മോശമായ ഒരു ചിന്താഗതിയാണ് കേട്ടോ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എല്ലാവരും തുല്യരാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ ഇതിനി എന്തെങ്കിലും ഇത് തെറ്റായ ഇൻഫർമേഷൻ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇത് മാത്രമല്ല, ഏതൊരു സ്ഥലത്തായാലും ജാതിയുടെ പേരിലും നിറത്തിന്റെ പേരിലൊക്കെ അപമാനിക്കുന്ന വളരെ മോശമാണ്. ചില കുഞ്ഞു മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു മക്കളെ, കാരണം ഞാൻ സ്കൂളിൽ അധ്യാപികയാണ്, അപ്പൊ അതുകൊണ്ട് കുഞ്ഞു മക്കളെ കണ്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പറഞ്ഞുവിടും, അവരോട് കൂട്ടുവിടല്ലേ, ഇവരോട് കൂടെ എന്നൊക്കെ പറഞ്ഞുവിടും. നമ്മൾ കുഞ്ഞു മക്കളോട് പറയും. നമ്മൾ ചോദിക്കും എന്താ അവിടെ ഇരിക്കാത്ത? അത് എൻ്റെ അമ്മ പറഞ്ഞു അവിടെ ഇരിക്കണ്ട. അല്ലെങ്കിൽ അത്ര വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും ആ പേരൻസ്, പക്ഷെ അവരുടെ മനസ്സ് വളരെ മോശമായിരിക്കും. നീ ഇന്ന ആളുടെ കൂടെ മിണ്ടിയാൽ മതി, നീ ഇന്ന ആളുടെ അടുത്തിരുന്നാൽ മതി. അത് കുഞ്ഞിലെ മുതൽ കുട്ടികൾ വരെ കുത്തി നിറയ്ക്കുവാണ് ചിലര്. അവരെയൊക്കെ മനസ്സുണ്ടല്ലോ വളരെ വൈകൃതമാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ നമ്മൾ സ്കൂളിൽ നമ്മൾ അധ്യാപകർ എന്ത് ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മൾ അതിനാണ് റൊട്ടേഷൻ ആയാലും നമ്മൾ മിങ്കിൾ ചെയ്തിരുത്തുന്ന ആയാലും നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഏത് സ്കൂളിൽ നോക്കിയാലും കാണാൻ പറ്റും. ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ഒരുമിച്ച് ഒരു ബാച്ചിനെ ഇരുത്തത്തില്ല, നമ്മൾ ഷഫിൾ ചെയ്തിരുത്തും എപ്പോഴും. കാര്യം എന്താ, അവർ ആ ക്ലാസ്സിലുള്ള ഹോൾ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുമായിട്ട് കൂട്ടുകൂടണം, എല്ലാവരുമായിട്ട് മിണ്ടണം, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം, ഫുഡൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ എപ്പോഴും ഇത് ചെയ്യും. കുഞ്ഞുങ്ങളത് പറയും നമ്മൾ, പക്ഷേ ചിലർക്ക് അത് ഇഷ്ടമല്ല, എന്നാലും നമ്മൾ പറയും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഷെയറിങ് മെന്റാലിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിക്കും. അവരുടെ മനസ്സിൽ അത് ഉറയ്ക്കുകയാണെങ്കിൽ അത് അവർ കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ കാലഘട്ടത്തിലും ഇങ്ങനെ ജാതിയുടെ പേരിൽ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശകരമായിട്ടൊരു കാര്യമാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഈ ഉയർന്ന ജാതിക്കാർക്ക് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ശരീരത്തിലെ പാർട്ടിനെക്കാട്ടിയും എക്സ്ട്രാ എന്തെങ്കിലും ഫിറ്റിങ്സ് ഉണ്ടോ? ദൈവം അവിടെ ഇങ്ങോട്ട് ഇറക്കി വിട്ടപ്പോൾ, അല്ലെങ്കിൽ നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ ജനിപ്പിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ്സ് തരുന്നുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇല്ലായ്മയുണ്ടോ? നമ്മളീ പറയുന്ന അല്ലെങ്കിൽ നിറത്തിന്റെ കാര്യം പറയാം, അത് ജാതിയിലൊന്നും ഏതർത്ഥത്തില്ല. ആ കറുത്തവരല്ല ജാതിയാണോ? വെളുത്തവരല്ല ഇന്ന ജാതിയാണോ? ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. ആ അമ്മയുടെ നമ്മുടെ ഒരു ആക്ട്രസ്, ഒരമ്മയാ,
ആ അമ്മ പറയുന്ന കേട്ടു, അമ്മ ജനിച്ച സമയത്ത് ആ അമ്മ ഭയങ്കര കറുപ്പായിരുന്നു, അമ്മയുടെ ചേച്ചിമാരൊക്കെ നല്ല വെള്ളമായിരുന്നു, അവർ ബ്രാഹ്മിൻസ് ആണ് ചെയ്തത്. എന്താ ബ്രാഹ്മിൻസിൽ കറുത്തവരില്ലേ? ഈ SC ആ ഒരു വിഭാഗത്തിൽ വെളുത്തവരില്ലേ? അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ നമ്മുടെ ഒരു ബയോളജി പഠിക്കുന്നവർക്ക് അറിയാം. അതൊക്കെ നമ്മുടെ ക്രോമോസോം, നമ്മുടെ ആ ഒരു ജനറ്റിക് ആയിട്ടുള്ള നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടുന്ന ജീനുകളുടെയൊക്കെ ഭാഗമായിട്ടാണ് നിറമൊക്കെ വരുന്നത്. അല്ല വെളുത്ത അച്ഛനമ്മമാർക്ക് വെളുത്ത മക്കളും കറുത്ത അച്ഛനമ്മമാർക്ക് കറുത്ത മക്കളും ഒന്നും വരത്തില്ല. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോവല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചിന്താഗതി ഉണ്ട്. ചില ജാതിക്കാർ ഇന്ന വിഭാഗത്തിൽ ഇതാണ്, അവർക്കൊരു സ്മെൽ. ആ എന്തർത്ഥത്തിലാണ് ഈ സ്മെൽ എന്നൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ ഏത് രക്ഷിതാക്കളാണ് പറയുന്നത് എൻ്റെ മക്കളുടെ സ്കൂൾ ബസ്സിൽ ഇന്ന ആയിട്ട് ഇന്ന ആള് വന്നാൽ ഞാൻ ആ സ്കൂൾ ബസ് വിടില്ലെന്ന് ഏത് പേരണ്ടാ പറയുന്നത്? എന്തർത്ഥത്തില? അതുപോലെ തന്നെ ഇവര് ഒരാളെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവർ ഇന്ന ജാതിപ്പെട്ടവരാണെന്ന്. അല്ല, ആ ജാതിപ്പെട്ടവരായാൽ തന്നെ അവർക്ക് എന്ത് പ്രത്യേകതയാ ഉള്ളത്? ഈ മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് എന്ത് പ്രശ്നമാണുള്ളത്? ഈ അധികൃതരുണ്ടല്ലോ, ഇതിന് ശക്തമായ നടപടി എടുക്കണം കേട്ടോ. ഈ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഉള്ള ഒരു ഇത് മാറ്റണം. കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ അവരെ ആ രീതിയിൽ മോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഈ കുഞ്ഞു മക്കളില് ഫാമിലി വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞ് വിട്ടുപഠിപ്പിക്കുന്നത്. പണ്ട് നമ്മൾ ഈ ഉരുട്ടമ്പലം ആ ഒരു സ്ഥലത്താണ് ഈ പ്രശ്നം. ഈ ഉരുട്ടമ്പലം ലഹള തന്നെ നമുക്കറിയാം. താഴ്ന്ന വിദ്യാർത്ഥിയായ പഞ്ചമിയെ ഉരുട്ടമ്പലം സ്കൂളിൽ പഠിപ്പിക്കാൻ ആക്കിയതിന്റെ പേരിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ അയ്യങ്കാളി നടത്തിയ ഒരു പ്രശ്നമാണ് ഈ ഉരുട്ടമ്പല ലഹള, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ പറയുന്നത്. ഇന്ന് അയ്യങ്കാളിയുടെ പേരിലാണ് ആ സ്കൂൾ അറിയപ്പെടുന്ന ഓരോ ഉരുട്ടമ്പലത്തിൽ. ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സ്കൂളല്ല, ആ ഒരു സ്ഥലത്ത് തന്നെ ഈ ഒരു സ്കൂളിലെ ഈ ഒരു പ്രശ്നം ഈ ചേച്ചി കൊണ്ടുവന്ന വേറൊരു ചേച്ചി മുഖേനയാണ് ആ സ്കൂളിൽ എത്തുന്നത്. ആ സ്കൂളിൽ വന്ന അവരുടെ അധികൃതരെടുത്ത് പറയുമ്പോൾ അവർ അറിഞ്ഞിട്ടില്ല സംഭവം. ഈ ബസ് കോർഡിനേറ്റർ ആയ അഭിലാഷ് എന്ന് പറഞ്ഞ ആൾ ആദ്യം പറയുന്നത് പേരന്റ് വിളിച്ച് ഇവരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, അഭിലാഷിനോട് പറഞ്ഞതാണ്. പിന്നെ ചേച്ചി ഏത് പേരന്റാണെന്ന് ചോദിച്ചപ്പോൾ എന്നോടല്ല പറഞ്ഞു, ഡ്രൈവറോടാണെന്ന് പറഞ്ഞു. ഡ്രൈവർ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. കാര്യം ഇവരുടെ മനസ്സിലാണ് ഈ വൈകൃതം. അവരത് കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ കേസുമായിട്ട് മുന്നോട്ട് പോവുക, നീതി കിട്ടുന്നത് വരെ മുന്നോട്ട് പോവുക. ഇനി ഒരിക്കലും ഒരാളെയും ഇതിന്റെ പേരിൽ അപമാനിക്കാൻ പാടില്ല. എന്ത് അപമാനമാണ് ഈ സത്യം പറഞ്ഞാൽ ചില ആളുകളുണ്ട് കേട്ടോ, അവർക്ക് അവരുടെ ഇത് പറയാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. കാര്യം അവരെ ആ ഒരു ഇതില് താഴ്ത്തും എന്നുള്ളത് കൊണ്ടാണ്. എന്തർത്ഥത്തിലാണ്, എന്തിന്റെ പേരിലാണ് അവരെ താഴ്ത്തേണ്ടത്? ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയുക എന്ത് വ്യത്യാസമാണ് ഈ ഉയർന്ന ജാതി താഴ്ന്ന ജാതിക്കാർ തമ്മിലുള്ളത്, അല്ലെങ്കിൽ കറുപ്പ് വെളുപ്പ് തമ്മിലുള്ള വ്യത്യാസം ഉള്ളത് എന്താണ്? ഇന്നത്തെ കാലത്തിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും നല്ല ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവര് ഒരുപാട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ റിസർവേഷനൊക്കെ അവസാനിപ്പിക്കണം. പക്ഷേ റിസർവേഷൻ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാലും ഈ റിസർവേഷനെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ തടയപ്പെടും. അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഞാനും ഈ ആദ്യമൊക്കെ റിസർവേഷൻ ഒന്നും വേണം, എന്തിനാ ഈ റിസർവേഷൻ്റെ ആവശ്യം എന്താണ്, എല്ലാവരും ഒരുപോലെ പഠിക്കുന്നവരാണ്, ജോലിക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് സത്യം ഇത്രയും റിസർവേഷൻ ഉണ്ടായിട്ടും ഇത്രയും ആളുകൾ ഇതിനെതിരെ മുന്നോട്ട് വന്നിട്ടും ഇന്നും അവരുടെ ആ ഒരു അവസ്ഥയിൽ ഇത്തരത്തിൽ ഇങ്ങനെ മോശമാക്കുന്നത് വളരെയധികം വേദന ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള രീതികളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, ഇതിന് ശക്തമായ നിയമ നടപടികൾ നേരിടണം എന്നുള്ളത് നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.